നമ്മളെ മുന്തിരി ജ്യൂസ് വാങ്ങിയതാ അവർ നിൽക്കുന്നത് കണ്ടോ, ഒരു മുന്തിരി കൂടാരത്തിനകത്തല്ലേ. മേളിൽ നിന്ന് മുന്തിരി പറിക്കുക, താഴെ ജ്യൂസ് അടിക്കുക. വെള്ളം ചേർത്ത് ശരിയായില്ല കേട്ടോ. അന്നേരം മുന്തിരി വേണമെങ്കിൽ ഇവിടുന്ന് പറിച്ചു ഇവിടെ ജ്യൂസ് അടിച്ച് നമുക്ക് തരും കേട്ടോ. വേറെ എവിടെ കിട്ടില്ലേ ഇങ്ങനെ. 50 രൂപയുടെ ഫ്രഷ് മുന്തിരി ജ്യൂസ്. നോക്കി ഇവിടെ എല്ലാം പഴുത്തിരിക്കുവല്ലേ. അയ്യോടാ ഫുള്ള് പഴുത്ത് നിൽക്കുക. എടാ ചേട്ടാ, നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുന്ന അറിയാം? നമ്മളിപ്പോൾ തേനിയിലാണ് വന്നിരിക്കുന്നത്. തേനിയിൽ എന്നെ കാണാൻ വന്നിരിക്കാന്ന് അറിയാം, മുന്തിരി തോട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിറയെ മുന്തിരികൾ കിളുത്ത് കിടക്കുന്ന ഒരു തോട്ടം കാണാൻ വേണ്ടി വന്നിരിക്കണം. അടിപൊളിയാണ്. ഇത് എന്നെ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. പച്ച മുന്തിരിക്കൊലകൾ കിടക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഒരു വണ്ടി വരുന്നത് കാണാൻ വരുന്നില്ല, അതിനകത്ത് നിറച്ച് മുന്തിരിങ്ങയായിരിക്കും കേട്ടോ. ഇപ്പോൾ പറിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഓൾ തമിഴ്നാട് യാത്രയിൽ നമ്മളെ 36ാമത്തെ ജില്ലയായില്ലേ. അങ്ങനെ 36ാമത്തെ ജില്ലയിൽ വന്നിരിക്കുകയാണ്, തേനി വന്നിരിക്കുവല്ലേ. അതായത് തേനിയിലെ വിശേഷമാണ് ഇന്ന ദിവസം ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതെ അതെ. ഓക്കെ ആണ്ടാ, ചെറിയ മുന്തിരിക്കൊല ഉണ്ടോ. ഇതാണെങ്കിൽ ഈ പാടം ഫുള്ള് മുന്തിരി കേട്ടോ. അന്നേരം അങ്ങോട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരുപാട് പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് വരുന്നവരായിരിക്കും. എനിക്കത് സ്കൂൾ പിള്ളേരാന്ന് തോന്നുന്നു. സ്കൂൾ കുട്ടികളാ കേട്ടോ. അല്ല അല്ലേ, സ്കൂൾ കുട്ടികളാന്ന് തോന്നുന്നു. നിറയെ മുന്തിരി കിടക്കും. നോക്കിയേ, കണ്ടേ മുന്തിരി കുലകൾ കിടക്കുന്നുണ്ടോ. ഇതിലൊരെണ്ണം പഴുത്ത് കിടക്കുന്നുണ്ട്. ഒരെണ്ണം പഴുത്തിരിക്കുന്നില്ലേ. ഇവിടെയുള്ള ആൾക്കാർക്ക് മേടിച്ചോണ്ട് പോകും കേട്ടോ. ഫ്രഷ് മുന്തിരി കുട്ടികളാണോ? ഐഡന്റി കാർഡ് കിടക്കുന്നുണ്ടോ കഴുത്തിലൊക്കെ. എല്ലാരും മേടിച്ചു കേട്ടോ. കുറേ പേര് വാങ്ങി. ഹായ് ഹായ് യാ യാ. ഇവര് കേരളത്തിലുള്ളതല്ലേ, മലയാളികളാന്ന് തോന്നുന്നു കേട്ടോ. ഇവരൊക്കെ ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണോ വരുന്നത്. ഒരു സ്കൂൾ വിട്ടുപോയ പ്രതീതി. അവിടെ ഇപ്പുറത്തോട്ട് നോക്കുവാണെങ്കിൽ പാവലും പടവലും എല്ലാം കൃഷിയുണ്ട്. അതെ അതെ അതെ. പിന്നെ പിറകോട്ട് പോയി മലനിരകളാണ് കേട്ടോ ഫുള്ള്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. പക്ഷെ ഇതിനകത്തൊക്കെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. മുന്തിരി വൃത്തിയാക്കി എടുക്കും കേട്ടോ. മുന്തിരി കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഒരു ബോക്സിനകത്ത്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ പോവാ അല്ലേ. അതെ അതെ. അവിടെ എല്ലാം പഴുത്തിരിക്കും കേട്ടോ. അങ്ങോട്ട് കണ്ടോ, അവിടെ എല്ലാം പഴുത്തിക്കുന്നുണ്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. നമുക്ക് ഇവിടെ ചോദിച്ചോ. ഇവിടെ 2 എണ്ണം പഴുത്ത് നിൽക്കുന്നത്. 2 അല്ലേ. നോക്കി, താഴെ എല്ലാം കിടപ്പുണ്ട്. എനിക്കൊന്ന് ഈ സൈഡിലെ വിളവ് എടുത്തു. ഇവിടെ എടുത്തു അത്ഭുതം വിളിച്ചു വരുന്നില്ലേ. ഈ സൈഡിലെ വിളവ് എടുത്തു ഓൾറെഡി. നമുക്കേ അവിടെ ചോദിച്ചു നോക്കാം അകത്ത് കയറാൻ പറ്റുമോ ഇല്ലെന്നേ. കയറാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഇത്രയും ദൂരം ഓടി വന്ന് വെറുതെ പോതില്ലേ. അതെ അതെ. നോക്കി, ഇവിടെ എല്ലാം പഴുത്തിരിക്കുവല്ലേ. അയ്യോടാ ഫുള്ള് പഴുത്ത് നിൽക്കുക. ഞാൻ ആദ്യമായിട്ടാണോ മുന്തിരി ഫസ്റ്റ് ടൈമോ പഴുത്ത് നിൽക്കുന്നത് ആദ്യമായിട്ട് കാണുക. അടിപൊളി. എന്നാലും നമുക്ക് അങ്ങോട്ട് പോയാലോ. ഇവിടെ ഫുള്ള് പഴുത്തിരിക്കും കേട്ടോ. അത് ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചാണ്. നമ്മളെ നാട്ടിൽ വെച്ചൊന്നും പിടിക്കത്തൊന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്റെ പേരമ്മച്ചിയുടെ വീട്ടിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. ആരോ മണ്ടന്മാര് പറഞ്ഞു ഇത് വീട്ടിൽ നട്ട ക്യാൻസർ വരുമെന്ന്. ഉടനെ പിറ്റേ ദിവസം അത് വെട്ടിക്കളഞ്ഞു. അടിപൊളി. ഏതോ അസൂയ പിടിച്ച് ആരാണ്ട് എന്തോ പറഞ്ഞിട്ട് ഇത് വെട്ടിക്കളഞ്ഞ്. എല്ലാരും ബോക്സിനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫോണല്ല അതിനകത്ത് ഇരിപ്പുണ്ടല്ലേ. അടിപൊളി. ഇതാണ്ടേ കണ്ടിട്ടില്ലേ, കണ്ട ബിനീഷേ. തൊടാൻ പറ്റത്തില്ലായിരിക്കും. തൊടാനൊന്നും പറ്റത്തില്ല. നീ തൊടുന്നത് ഇവര് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാന്ന് തോന്നുന്നു. മേടിക്കാം. അറിയാതെ വാൽ തട്ടിയാണ് അകത്ത് പോയ കുഴപ്പമുണ്ടോ. തൊടാൻ സമ്മതിക്കത്തില്ലല്ലേ. ന്യൂ എഡിസൺ ടെക് ട്രാവൽ. എഡിസൺ ടെക് ട്രാവൽ. ട്രൈ ചെയ്താലോ. എന്തിനാണോ എന്നെ അടികൊള്ളിപ്പിക്കുന്നത്. ആണോ, അങ്ങനെ ഫൈൻ ഉണ്ടോ?
എന്താ പറഞ്ഞേ? 500 രൂപ എങ്ങാണ്ട് ഫൈൻ കൊടുക്കണമെന്ന്. ഫൈൻ കൊടുക്കണം. പിന്നെ 500 രൂപ ഇല്ലല്ലോ കിലോയ്ക്ക്. 500 രൂപ ഫൈൻ. അറിയാ തൊപ്പി തട്ടി അറിയണല്ലോ. എനിക്ക് പിന്നെ പറഞ്ഞിട്ടുള്ള ഇവിടെ മൊത്തം മാർക്കറ്റിംഗ് കേട്ടോ. മുന്തിരി പറിക്കരുത് പോണ്ടേ? ആ മുന്തിരി പറിക്കരുത്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വാ നമുക്ക് അതോടെ നോക്കാം. ഇനി എന്തായാലും തട്ടാതെ നടക്കും. അങ്ങനെ മുന്തിരിക്കുലകൾ നിൽക്കുന്ന കണ്ടോ. ഇവിടെ മൊത്തം അതാ കേട്ടോ, അങ്ങോട്ട് മൊത്തം അതാ. ഇവിടെ നമുക്ക് ആവശ്യമുള്ള മേടിച്ചൊന്നും പോയല്ലേ. ജ്യൂസ് കൊടുക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ജ്യൂസ് വേണോ? പിച്ചിട്ടുണ്ടായോ? മുന്തിരി ജ്യൂസ് വേണോ? ഫ്രഷ് ആയിരിക്കും ഇവിടെ. ജ്യൂസ് ഇവിടെ മുന്തിരി ഫ്രഷ് അല്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടുന്നേ? അയ്യോ ഇവരൊക്കെ ഒരു ഭാഗ്യം നോക്കിയാ. എന്റെ കീഴിൽ നിന്നാ ജോലി, അതിന്റെ അടിയിൽ നിന്നിട്ടേ. ജ്യൂസ് എടുക്കാ? എന്നാ റേറ്റ്? ജ്യൂസ് ഒരെണ്ണം മേടിക്കാം. ഒരു ജ്യൂസ് തൊടലാമാ? അയ്യോ തലേ തട്ടല്ലേ, നിനക്ക് തലേ തട്ടും. നമ്മളെ മുന്തിരി ജ്യൂസ് വേണമെങ്കിൽ അവര് നിൽക്കുന്നത് കണ്ടോ, ഒരു മുന്തിരി കൂടാരത്തിനകത്തല്ലേ. മേളിൽ നിന്ന് മുന്തിരി പറിക്കുക, താഴെ ജ്യൂസ് അടിക്കുക അല്ലേ? അതെ. മേലെ അതെന്നാ കാണാൻ വേണ്ടി മാത്രമാണ് നിർത്തിയിരിക്കുന്നത്, പറിക്കാനുള്ള എല്ലാന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് വെള്ളം ചേർക്കുന്നോ? നോ ഡ്രിങ്ക്, നോ വെള്ളം. ഓ ഫൈൻ, ഓക്കേ. 50 രൂപ ഇത് വെള്ളം പോയി ചേർക്കാൻ ഞങ്ങളെ നാട്ടിൽ കിട്ടും. വെള്ളം ചേർത്ത് ശരിയായില്ല കേട്ടോ. അന്നേരം മുന്തിരി വേണമെങ്കിൽ ഇവിടുന്ന് പറിച്ചു ഇവിടെ ജ്യൂസ് അടിച്ച് നമുക്ക് തരും കേട്ടോ. വേറെ എവിടെ കിട്ടില്ലേ ഇങ്ങനെ? ഒരു ഗ്ലാസ്സിന് 50 രൂപയാണ് കേട്ടോ. അവരിപ്പോ ഗ്ലാസ്സിനകത്ത് ആക്കി തരും. വിനീഷ കുടിച്ച് കാണിക്കും കേട്ടോ. ഇല്ല ഇല്ല എനിക്ക് വേണ്ട, ഇവൻ കുടിച്ച് കാണിക്കും. ജ്യൂസ് കുടി. എങ്ങനെ ഉണ്ടെന്ന്? 50 രൂപയുടെ ഫ്രഷ് മുന്തിരി ജ്യൂസ്. ഹലോ, എന്തായാലും കൊള്ളായിരിക്കാന്നല്ലോ. പരിപ്പാടിയാകും. ഞാൻ ജ്യൂസ് മേടിച്ച ആ കടയിൽ നിന്ന് പൈസ കൊടുത്ത് ഇവിടെ, പക്ഷെ 2 രൂപ ഒരു കടയിൽ തന്നെയാണ്. രണ്ടും 2 കടയായിരുന്നു. മുന്തിരി പറിച്ച് ജ്യൂസ് കുടിക്കാം അല്ലേ? എങ്ങനെ കുടിച്ചിട്ട് കൊള്ളാം. നമ്മളവിടെ കിട്ടുന്ന വെച്ചിട്ട് കുറേ ദിവസം ആയതായിരിക്കും. ഇത് ഫ്രഷ് ഇന്നത്തെ ജ്യൂസ് തന്നെ. കുട്ടികൾ ഒരുപാട് വരുന്നു കേട്ടോ. എണ്ണി തിട്ടപ്പെടുത്തി കയറ്റുമായിരിക്കും. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കുടിച്ചു പോയി. നല്ലതല്ലേ? ഫോട്ടോ എടുത്ത് തരണേ. 1 കിലോ മുന്തിരിക്ക് 60 രൂപ എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഒരു കപ്പ് ജ്യൂസിന് 50 രൂപ അടിച്ച്. അതിനൊരു വെള്ളം ഞാൻ പറഞ്ഞതിൻ്റെ പേര് വെള്ളം കുറച്ച് വരും. മതിയോ? അയ്യോ ആ പിള്ളേര് പിച്ചി, പിള്ളേര് പിച്ചുന്നുണ്ട്. പിള്ളേരുടെ എന്താ പറഞ്ഞ ഒരുപാട് ഹൈറ്റ് ഒന്നും ഇല്ലല്ലേ. ഒരു 6 അടി ഉയരം മാത്രമേ ഉള്ളൂ ഈ കാണുന്ന പന്തലിനെ. ഈ പന്തലിനകത്ത് നിറച്ചിങ്ങനെ കിടക്കുവാണ്.
നമുക്ക് ഇവിടുന്ന് പറിച്ച് വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് തരും, പക്ഷെ അവർ നേരത്തെ പറിച്ച് വെച്ചിരിക്കുന്നതാണ്. സ്ഥലത്തേ പറ്റൂ, അവിടോട്ടൊന്നും വിടത്തില്ല. അതെ, അങ്ങോട്ടുള്ള നമുക്ക് പോകാൻ പറ്റത്തില്ല. ഈ ഭാഗം തിരിച്ചേക്കുവാണ്. അവിടെ നിർത്തിയാണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത്. അവിടെ നിറച്ച സെക്യൂരിറ്റീസ്. ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ മറ്റേ ഫോണിങ്ങ വായ തുറന്ന് കാണിച്ചേ. അളങ്ങ് വിഴുങ്ങിയത് 500 രൂപയാണ് ആ ഒരു പീസ്. മുന്തിരിയുടെ വില 500 രൂപ. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്? അടിപൊളി. പ്രശ്നം എന്താ, ഞങ്ങൾ വിചാരിച്ച ഉള്ളിലോട്ടൊക്കെ പോകാൻ പറ്റുമെന്നേ, പക്ഷെ അവരവിടെല്ലാം കെട്ടി അടച്ചിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. അവരൊരു സർക്കിൾ ചെയ്തിട്ടുണ്ട്. ആ സർക്കിളിനകത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അതിന്റെ അപ്പുറത്ത് ചേച്ചിമാരൊക്കെ ഇരുന്ന് മുന്തിരിയൊക്കെ പിച്ചുന്നും പറിക്കുന്നൊക്കെ ഉണ്ട്. അകത്തോട്ടുണ്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, സത്യം പറയാലോ. 500 രൂപ വരെ 1000 മേടിക്കും. ഇത് കണ്ട പഴുത്തിന്ന് തപ്പിക്കോ? തപ്പാൻ പറ്റിയ ധൈര്യമാണ് തപ്പടി. വേണ്ട, എനിക്ക് പേടിയാ തപ്പാൻ. എനിക്ക് പേടിയാ. 500 രൂപയൊക്കെ ഞാൻ കൊടുക്കേണ്ടി വരും. ഇത് നല്ല സൂപ്പർ ഒരു മുന്തിരിക്കൊലയാ. പറഞ്ഞിട്ട് വേണ്ട, എനിക്ക് പേടിയാ. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. ഇതിന്റെ ഇടയ്ക്ക് കുറെ പച്ച മുന്തിരികൾ നിൽപ്പുണ്ട് കേട്ടോ, പക്ഷെ ചില കൊലകൾ മാത്രമേ ഉള്ളൂ ഫുള്ളായിട്ട് പഴുത്തിക്കുന്നത്. നല്ല രസം. ഇത് 2 ദിവസം പറിച്ചെടുക്കും കേട്ടോ. പറിച്ചെടുത്ത് ജ്യൂസ് ആക്കി ബോക്സിനകത്താക്കി അവർ. ഇല്ല, ഇത് കാണാൻ നിർത്തിയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ അത് ഇവിടുന്ന് മൊത്തം ഉണ്ട്, അങ്ങോട്ടല്ല അതിൽ ഇരിക്കുന്നത്. പല സ്കൂളിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ. ഈ മുന്തിരിയുടെ തോട്ടം കാണാൻ ഇങ്ങനെ ഒരെണ്ണം പറിച്ചിട്ട് നമ്മൾ ബിനീഷിന്റെ വായി കളയരുത്. ഇല്ല ഇല്ല, എനിക്ക് പേടിയാ. നീ അങ്ങ് തിന്നോ. ഞാൻ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പോവാം. ഞാനത് കഴിച്ചു കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കറങ്ങിട്ട് കാര്യമില്ല, നമുക്ക് ഇവിടത്തേക്ക് അങ്ങോട്ടൊക്കെ നോക്കിട്ട് വരാം. പോട്ടെ. ഒരുപാട് പേര് വന്ന് പലതരത്തിലുള്ള ഫോട്ടോ, പല ആംഗിളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ. ഇതെന്നാ മുന്തിരി പിക്കിൾ? എന്നാ റേറ്റ്? 100 രൂപ അല്ലേ? ഓ, ഒരു ഇതിന് എവളോ? അത് വേറെ ഷോപ്പാ. ഇത് ഉള്ളിൽ കയറാൻ முடியுமா? இந்த மாதிரி வேற எங்க இருக்கா? இது மாத்திரம் தான் 30 ஏக்கர் இருக்கு. இது மாத்திரம் 30 ஏக்கர் இருக்கா? ஓ, வேற தோட்டம் இருக்கா வேற இந்த பக்கம் வேற? ஒண்ணும் இல்ல. இல்லையா? இருக்கானா കാണാൻ പറ്റില്ല. നമുക്ക് അവിടെ ചോദിക്കാൻ എന്നാ വിലയാ. ചെല്ലി ചെല്ലി ഒരു ബോക്സ് 3 കിലോ 200 എന്നല്ലേ പറഞ്ഞത്? 3 കിലോ ചേച്ചി എവളോന്ന് சொல்லுங்க. 3 കിലോ 200 രൂപ. നമ്മൾ ഇവിടുന്ന് തിരിക്കാൻ പോവുകയാണ്. വേറെ എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കവർ ചെയ്യാൻ നോക്കാവുന്നതാണ്. നിവർന്ന് നടക്കാൻ പറ്റും. നിവർന്ന് നടന്നാൽ നമ്മൾ തലയിടിക്കും ഇല്ലേ നിഷ? അവർക്ക് കുഴപ്പമില്ല, എൻ്റെ കാര്യം പറഞ്ഞതാ. വെടാക്കൊല കേട്ടോ ഇത്. പക്ഷെ ഒരു കാര്യമാണ് കേട്ടോ, ഇവിടെ വില കൂടുതലാണെന്ന് മനസ്സിലായി. നമ്മളിവിടെ വന്നാലേ വില കുറച്ച് സാധനം കിട്ടുമെന്ന് വിചാരിച്ചു. ഇത് മൊത്തത്തിൽ ഏതാണ്ട് 30 ഏക്കർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു 3 കിലോ മുന്തിരിയാണ് ഒരു ബോക്സിൽ വരുന്നത്. 1 കിലോ മുന്തിരിയുടെ വില എന്ന് പറഞ്ഞാൽ, അല്ല 3 കിലോ മുന്തിരിയുടെ വില എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. 18 പുറത്തേ, അല്ല പുറത്ത് 60 രൂപയുള്ളു. ആ 1 കിലോ മുന്തിരി അവിടെ 60 രൂപ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ കണക്ക് പൊട്ടിയാൽ ഒരു 6 18
150 രൂപ മാത്രമേ പുറത്താവും. എന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ടിൻ്റെ പുറത്ത്. അകത്ത് മേടിച്ചു കഴിഞ്ഞാൽ 200 രൂപയാവും. ചിലപ്പം ബിസിനസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടി വില കുറച്ച് കിട്ടുമായിരിക്കും കേട്ടോ. അന്നേരം ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുവാണ്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ബൈ. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ പുറത്ത് കണ്ടേ 1 കിലോ മുന്തിരിയുടെ വില 160 രൂപ, 2 കിലോ 120 രൂപ, അങ്ങനെ എഴുതി വെച്ച് കണ്ടോ. അതാണ് അകത്തെ വിലയും പുറത്തെ വിലയുള്ള വ്യത്യാസമാണ്. അന്നേരം പറഞ്ഞ് വിശ്വസിച്ചില്ലേ അളിയാ? വിശ്വസിച്ചോ? ഇല്ല. അന്നേരം അങ്ങോട്ട് എന്തെങ്കിലും തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നോക്കാം, ശ്രമിക്കാം. കൂടുതൽ വാഴത്തോട്ടം കേട്ടോ. അതോ ഇവിടെ നമുക്ക് കാണാൻ വരുന്നുണ്ടോ? ഫുള്ള് വാഴയാണ്. അന്നേരം നമുക്ക് മുമ്പോട്ട് വന്ന വഴി തന്നെ തിരിച്ചു പോവുക പോലെ. ഇനി ഞങ്ങളുള്ള കിലോമീറ്റർ കാണിച്ചു തരാം. 2 കിലോ അവിടെ 3 മണിക്കൂർ 7 മിനിറ്റ് വേണം. 144 കിലോമീറ്റർ ഉണ്ട് ഗിരിധനഗറിലോട്ടുള്ള യാത്രയ്ക്ക്. വെൽക്കം ടു ഗിരിധനഗർ.